യേശുനാഥനേ അങ്ങേക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനേ അങ്ങേക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. സ്നേഹമുള്ള മകനെ, മകളെ, കർത്താവിൻ്റെ തിരുമുൻപിൽ നമ്മളായിരിക്കുമ്പം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഒന്ന് ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന ആരാധന. ജീവന്റെ നാഥനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. സ്വർഗദൂതന്മാരോട് ചേർന്ന് യേശുവേ ആരാധിക്കുന്നു, മലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു. ജീവന്റെ ജീവനായവനെ ആരാധിക്കുന്നു, പ്രാണന്റെ പ്രാണനായവനെ ആരാധിക്കുന്നു. മരണത്തിനപ്പുറം നിത്യജീവൻ ഒരുക്കുന്നവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന 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 ആരാധന. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണ്. നിത്യജീവന്റെ വാതിലാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ പ്രകാരമാണല്ലോ. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് പറയണേ. കർത്താവ് നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ പോയവനാണ്. സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വലിയ അഭിഷേകം വചനം പ്രഘോഷിക്കുന്ന എനിക്കും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകമുണ്ടെങ്കിലേ എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെട്ടാലും നമുക്കത് ഹൃദയത്തുറവിയോടുകൂടി ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കുള്ളൂ. സ്നേഹമുള്ളവരെ, ദയവ് ചെയ്ത് ഈ നിമിഷം നിങ്ങളൊന്ന് കരങ്ങൾ കൂപ്പി എനിക്കുമായി പ്രാർത്ഥിക്കാമോ? എഫെസസ് 6:19 അഭിഷേകം പൗലോസ് അപ്പോസ്തലൻ എഫെസസിലെ സഭയിലെ ദൈവമക്കളോട് പറഞ്ഞ വചനമാണത്. ഞാൻ വാതുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ, സുവിശേഷത്തിൻ്റെ പൊരുളുകൾ അത് സധൈര്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രഘോഷിക്കുവാനുള്ള ആ വലിയ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ഒരു നിമിഷം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനായ എന്നെ ഈ നിമിഷം ഈ ദൈവജനത്തോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളുടെ ശുശ്രൂഷയുടെ 3-ാം ദിവസം നമ്മൾ മരണത്തെക്കുറിച്ച് തന്നെ, ദൈവസ്നേഹത്തെക്കുറിച്ച് തന്നെയുള്ള ധ്യാനം തുടരുകയാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് മുൻപേ യാത്ര ചെയ്തവർ എത്രയോ പേരുണ്ട്. ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചതുപോലെ നാം ഒരു നാൾ യാത്ര ചെയ്യേണ്ടവനാണ്. ഒരുപാട് തവണ മൃതസംസ്കാര ചടങ്ങിലൊക്കെ നമ്മൾ പങ്കെടുത്തപ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിച്ച ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ഇപ്രകാരമാണല്ലോ: മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നെൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീ താൻ അവലംബം. മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യനായിരുന്നു അന്ന് മധ്യാഹ്നം വരെ. ഉച്ചയ്ക്ക് ശേഷം സൂര്യൻ പിന്നെ പടിഞ്ഞാറോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രഭയ്ക്ക് മങ്ങലേൽക്കും. സന്ധ്യയാകുമ്പോൾ ആ പ്രഭ മങ്ങി മങ്ങി അങ്ങനെ ഒരു മിന്നാമിന്നിങ്ങനെ നുറുങ്ങുവെട്ടം പോലെ അങ്ങില്ലാതാവുകയാണ്. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സായം വേളയിലോ നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ദൈവം നമ്മുടെ അരികിൽ വരും. നമ്മുടെ അരികിൽ വന്നിട്ട് മതി നിൻ്റെ യാത്ര, ഈ ഭൂമിയിലുള്ള യാത്ര മതി എന്ന് നമ്മോട് പറയുന്ന ഒരു ദിവസമുണ്ട്, ഒരു നിമിഷമുണ്ട്, ഒരു മണിക്കൂറുണ്ട്. ഇത് കത്തോലിക്ക തിരുസഭ കാലാകാലങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഈ യാത്രയ്ക്ക് ഒരന്ത്യമുണ്ട്, ജീവിതയാത്രയ്ക്ക് ഒരു അന്ത്യമുണ്ട്. ഈ അന്ത്യത്തിലൂടെയാണ് ഇതിനപ്പുറത്തുള്ളൊരു യാത്രയ്ക്ക് ആരംഭമാകുന്നത്. ഒരു കുഞ്ഞിൻ്റെ കബറിടത്തിൽ, വളരെ കുഞ്ഞാണ്, 6-7 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിൻ്റെ വേർപാടിൽ ഒരുപാട് ദുഃഖമുണ്ടെന്നേ. പക്ഷെ കബറിടത്തിൽ ചെന്ന്
ആ കബറിടത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു കേട്ടപ്പോൾ ആ അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന് ധ്യാനിക്കുകയുണ്ടായി. അത് ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്: ബോൺ ടു ലവ്, ഗോൺ ടു ലിവ്. ബോൺ ടു ലവ്, ഗോൺ ടു ലിവ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്നേഹിക്കാൻ വേണ്ടി ജനിച്ചു, ജീവിക്കാൻ വേണ്ടി യാത്രയായി. എത്ര മനോഹരമാണല്ലേ! സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ജനിച്ചു. ആദ്യത്തെ ദിവസം നമ്മൾ ധ്യാനിച്ചു, പത്രോസിനെ ദൈവം സ്നേഹത്തിലേക്ക് വിളിക്കുന്നു. നമ്മളൊക്കെ സ്നേഹിക്കാൻ വേണ്ടി ജനിച്ചവരാ. ഇനി ഇവിടുന്ന് യാത്രയാകുന്നതോ ജീവിക്കാൻ വേണ്ടി. ആരോടൊപ്പം? ഈശോയോടൊപ്പം. അതുകൊണ്ടാണ് ആ മങ്ങിയൊരന്തി വിളിച്ചിരുന്നുള്ള പാട്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഭയപ്പെടാതെ ചുമ്മാ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ വീട്ടിലൊക്കെ ആയിരിക്കുമ്പം ഈ പാട്ടൊക്കെ ഒന്ന് കേട്ട് ധ്യാനിക്കണം. അത് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. പിന്നെ കുറേയൊക്കെ പാപം ചെയ്യാതിരിക്കാനൊക്കെ നമുക്ക് അവസരം ലഭിക്കുമെന്നേ. ഈ ഒരു ചെറു ചിന്തയോടെ ഈ 3-ാം ദിവസം, ഈ ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലെ ഒരു ശക്തമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മളെല്ലാവരും മരിക്കും, അത് ഉറപ്പാണ്. മരണശേഷം എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്? സ്നേഹമുള്ളവരെ, ഇത് പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഒട്ടും അനുഭവമില്ലാത്ത ഒരു കാര്യം. ഞങ്ങളെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരു വൈദികനുണ്ട് സെമിനാരിയിൽ. സിബി വാഴയിൽ അച്ഛൻ, കപ്പൂച്ചൻ വൈദികനാണ്. അദ്ദേഹം മൃതിയടഞ്ഞു. അപകട മരണമായിരുന്നു. അപകട മരണത്തെക്കുറിച്ചൊക്കെ ഇന്നലെ പറയുകയുണ്ടായി. അത് നല്ല മരണമാണോ എന്നൊക്കെ ഇന്നലെ പറയുകയുണ്ടായി. അപ്പം അച്ഛൻ നിത്യതയുണ്ട് എന്ന് പഠിപ്പിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് വൈദിക വിദ്യാർത്ഥികൾ അച്ഛനെ വരാന്തയിലിട്ടൊന്ന് വളഞ്ഞു. ആക്രമിക്കാനല്ല. എന്നിട്ട് അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സിബി അച്ഛ, സത്യമായിട്ടും പറയച്ഛൻ, അച്ഛൻ പഠിപ്പിച്ചു, സഭ എന്താണ് പഠിപ്പിക്കുന്നത് അച്ഛൻ പഠിപ്പിച്ചു. സത്യത്തിൽ ഒരു സ്വർഗമുണ്ടോ? ഒരു നരകമുണ്ടോ? ശുദ്ധീകരണ സ്ഥലമുണ്ടോ? ഈ മരണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് അച്ഛന് വല്ല ബോധ്യമുണ്ടോ? തീർച്ചയായിട്ടും ഒരു പ്രൊഫസറോട് അങ്ങനെ ചോദിക്കുമ്പം പ്രൊഫസർ ഒന്ന് ഞെട്ടും. പക്ഷെ അച്ഛൻ ഞെട്ടിയില്ല. അച്ഛൻ വളരെ പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ മക്കളെ, അതിന് ഞാനോ നിങ്ങളോ മരിച്ചിട്ടില്ല. ഒന്ന് മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിരിച്ചിട്ട് പറയുകയാണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ, മരണം നമുക്ക് സംഭവിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞ ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. ക്രിസ്തു ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ നാഥനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മോടുകൂടെ ജീവിക്കുന്നു. ഈ സത്യത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മരണശേഷം എന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് കഴിയും. ഇതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. ഇത് വിശ്വസിച്ച് നിങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുക, പ്രാർത്ഥിക്കുക, വൈദിക പട്ടമേൽക്കുക, കത്തിജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ക്ലാസ് മുറിയിലല്ല, ഒരു വരാന്തയിൽ നിന്ന് ഞങ്ങളുടെ ഗുരുഭൂതനായ സിബി വാഴയിൽ കപ്പൂച്ചൻ അച്ഛൻ പഠിപ്പിച്ചത് ഇന്നും ഒളിമങ്ങാതെ മനസ്സിൽ കിടപ്പുണ്ട്. സ്നേഹമുള്ള ദൈവമക്കളെ, മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്, വചനം പറയുന്നത്. ഒരുപക്ഷെ നമുക്കുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം പൂർണ്ണമായിട്ടും തരാൻ എനിക്ക് കഴിയില്ല. മനുഷ്യൻ്റെ അറിവാണ്, പരിമിതമാണ്. പക്ഷെ അതിനുള്ളൊരു ശ്രമമാണ്. ഈ ശ്രമം ഞാൻ ഒറ്റയ്ക്കല്ല നടത്തുന്നത്, നമ്മൾ ഒരുമിച്ച് ഈ ദിവ്യകാരുണ്യനാഥനോടൊപ്പമാണ് നടത്തുന്നത്. ഇതാ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവല്ലേ നമ്മുടെ മുമ്പിൽ അപ്പരൂപത്തിലിരിക്കുന്നത്. ഈ അപ്പരൂപത്തിൽ ക്രിസ്തു ഉണ്ട് എന്നുണ്ടെങ്കിൽ മരണശേഷം എന്തോ ഒരു ജീവനുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. അതല്ല എന്നുണ്ടെങ്കിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വന്ന് കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് മരണശേഷം എന്താണ് ഉള്ളത് എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് വളരെ ലോജിക്കലായിട്ട്, യുക്തിസഹമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ധ്യാനിച്ചു പോകുവാനാണ് താല്പര്യപ്പെടുക. സ്നേഹമുള്ളവരെ, മരണശേഷം ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നമ്മൾ ഈ ശരീരം പേറിയാണ് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുക, യാത്രയാകുക. ആ ശരീരം വഹിക്കുന്ന ഒരു ശരീരവുമായ ദേവാലയത്തിലേക്ക് പോകുന്നു, സെമിത്തേരിയിലേക്ക് പോകുന്നു, കബറടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് പിന്നെ പോവുകയാണ്. അപ്പം ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു നമുക്കത് വ്യക്തതയുണ്ട്. എന്താണ്? ശരീരം മണ്ണോട് ചേരുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുക.
ആദത്തിനോട് ദൈവം പറയുന്നുണ്ട്, നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കണം, ഈ മണ്ണിൽ നീ അലിയുന്നത് വരെ മണ്ണുമായിട്ട് മൽപ്പിടുത്തം നടത്തണം, മണ്ണിൽ നിന്നെടുത്ത് നീ മണ്ണിലേക്ക് ലയിച്ചു ചേരേണ്ടവനാണ്. അപ്പോൾ ഈ ശരീരം, ബാഹ്യമായി നാം കാണുന്ന ഈ ശരീരം, നമ്മുടെ ആരുടെ ശരീരമാകട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആത്മാവിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് കാത്തു സൂക്ഷിച്ച ഈ ശരീരം മണ്ണിൽ അലിയേണ്ടതാണ്. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ ഇതിലുള്ള ആത്മാവോ? യെസ്, ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? അങ്ങനെ എങ്കിൽ ഈ ആത്മാവിന് എന്ത് സംഭവിക്കുന്നുള്ള ചോദ്യം, അതേക്കുറിച്ച് സഭ എന്ത് പഠിപ്പിക്കുന്നു, തിരുസഭ എന്ത് പഠിപ്പിക്കുന്നു? നമുക്കറിയാം സ്നേഹമുള്ള ദൈവമക്കളെ, മരണം നടന്ന ഉടനെ തന്നെ ഈ ആത്മാവ് ദൈവസന്നിധി, ദൈവവുമായിട്ട് ഒരു കണ്ടുമുട്ടലുണ്ട്. അതായത് അതിൻ്റെ തനത് വിധി, ഇമ്മീഡിയറ്റ് ജഡ്ജ്മെൻറ്റ് സംഭവിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ജഡ്ജ്മെൻറ്റ്. മരണശേഷം ആത്മാവ് ദൈവത്തെയോ ദൈവമയക്കും ദൂതനെയോ കണ്ടുമുട്ടുന്നു. തനത് വിധി, ഇമ്മീഡിയറ്റ് ജഡ്ജ്മെൻറ്റ്. എന്താണ് ഈ ജഡ്ജ്മെൻറ്റിൽ കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തനത് വിധി നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് തനത് വിധി? വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 12-13 വചനങ്ങളിൽ ഇപ്രകാരം യോഹന്നാൻ ശ്ലീഹ തനിക്ക് ലഭിച്ച വെളിപാട്, സ്വർഗം നൽകിയ വെളിപാട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നു, ഓരോരുത്തരും സ്വന്തം പ്രവൃത്തികളനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികളനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അതിന് ഒരു സമ്മാനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഇതാ നിത്യരക്ഷയുടെ കിരീടം എനിക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, പകൽ മുഴുവൻ അധ്വാനിക്കുന്നവന് രാത്രി കൂലിയുണ്ടെന്ന് പറയുന്നത് പോലെ, പകൽ മുഴുവൻ കിടന്നുറങ്ങിയവനും രാത്രി ഒരുപക്ഷെ യജമാനൻ്റെ പ്രഹരമുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അധ്വാനത്തിനൊരു കൂലിയുണ്ട് എന്ന് തിരുസഭ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. രണ്ടാമതൊരു വചനഭാഗം സ്നേഹമുള്ള ദൈവമക്കളെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 27-28 വചനത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. വളരെ വളരെ ഒരു അഗാധമായ വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് ഗ്രഹിച്ചാലേ നമുക്ക് നന്നായിട്ട് ജീവിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹെബ്രായരുടെ ലേഖനം 9-ാം അധ്യായം 27-28 വചനം, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. അടിവരയിട്ട് എഴുതിയിരിക്കുക, യു ഹാവ് ടു ഡൈ. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണത്. അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അച്ഛൻ പറഞ്ഞത് കള്ളമല്ലല്ലോ. മരണമുണ്ട്, വിധിയുണ്ട്, അതിനുശേഷമാണ് വിധി ഉള്ളത്. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം വീണ്ടും വരും. ഇപ്പം നമ്മൾ പറഞ്ഞ തനത് വിധി പറഞ്ഞു. ഒരു പ്രാവശ്യം മനുഷ്യൻ വീണ്ടും മരിക്കണം, മനുഷ്യൻ ഒരിക്കൽ മരിക്കണം, അതിനുശേഷം വിധിയുണ്ട്. ക്രിസ്തു വീണ്ടും വരും. അതാണ് രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന് പറയുന്നത്. സെക്കൻഡ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത് ക്രിസ്തു വരുമ്പോഴുള്ള വിധിയാണ് അന്ത്യവിധി എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വരുന്നു. അപ്പോൾ തിരുസഭയുടെ പ്രബോധനമനുസരിച്ച് 2 വിധികളുണ്ട്. ഒന്ന് തനത് വിധി, വാട്ട് ഹാപ്പൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത്. അതൊരു ചോദ്യപരീക്ഷ പോലെ നമുക്ക് പറയാം. അല്ലെങ്കിൽ രണ്ടാമത്തും കൂടെ പറഞ്ഞു. രണ്ടാമത്തത് അന്ത്യവിധി, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. ഇറ്റ് വിൽ ഹാപ്പൻ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് സംഭവിക്കുള്ളൂ. ഉദാഹരണത്തിന് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ചോദ്യപരീക്ഷയുണ്ട്. ചോദ്യപരീക്ഷയ്ക്ക് ഈ കുട്ടി നന്നായിട്ട് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നതിന് മുൻപേ അധ്യാപകൻ പറയും, കൊച്ചേ നീ പാസ്സായി കേട്ടോ, പാസ്സായി. പക്ഷേ ഈ പാസ്സായി എന്നുള്ള വിവരം കൊച്ചിനും ഒരുപക്ഷെ കൊച്ചിൻ്റെ വീട്ടുകാർക്കും മാത്രമേ അറിയുള്ളൂ. ഇത് മറ്റെല്ലാ കുട്ടികൾക്കും എപ്പോഴാണ് അറിയണേ? ഇത് ഒരിക്കൽ വിളംബരം ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ, മറ്റെല്ലാ കുട്ടികൾക്കും അറിയുള്ളൂ. അല്ലെങ്കിൽ സ്കൂൾ മുഴുവൻ എപ്പോഴാണ് അറിയണേ? ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പത്രത്തിൽ വരുമ്പോഴാണ് ഇതെല്ലാവരും അറിയാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവർ, ഇതുപോലെ തന്നെ തനത് വിധിയുടെ സമയത്ത് ഈ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഈ ആത്മാവിനും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. ഒന്നുകിൽ ഈ ആത്മാവ് സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകും, അതുമല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ സ്ഥലത്ത് പോകും. ഈ 3 കാര്യങ്ങൾ അടിവരയിടാം.
ഇനി ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ സ്വർഗത്തിലുള്ള ആത്മാക്കൾ മുഴുവനും സ്വർഗത്തിൽ തന്നെയാണ്, നരകത്തിലുള്ളവർ നരകത്തിൽ തന്നെയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർ അവ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് പോയിട്ടുണ്ടാകും, പോയിട്ടില്ലാത്തവർ ദൈവം കൊണ്ടുപോകും. ഇതാണ് വിശ്വാസം. ഇതേക്കുറിച്ച് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കും. സ്നേഹമുള്ളവരെ, ഈ വചനങ്ങളിൽ ആധാരം ഊന്നിക്കൊണ്ട്, ഈ വചനങ്ങളിൽ വേരൂന്നിക്കൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1021 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം ലഭിക്കും. അർത്ഥം എന്താ? നന്നായി ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിഫലം ലഭിക്കും. നമ്മളതല്ലേ, നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിക്ക് നല്ല കൂലി കൊടുക്കില്ലേ? ഇനി മതബോധന ഗ്രന്ഥത്തിൻ്റെ 10:22 1022 ഖണ്ഡികയിൽ ഇപ്രകാരം കൂടെ ഒരു വാക്യം പറയുന്നുണ്ട്: ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനമല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കും പ്രവേശിക്കും. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒന്നുകിൽ സൗഭാഗ്യത്തിലേക്കോ അല്ലെങ്കിൽ ശാശ്വതമായ നിത്യശിക്ഷയിലേക്കോ പ്രവേശിക്കും. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. മരണശേഷം എന്ത് സംഭവിക്കുന്ന കാര്യത്തിന് കുറച്ചുകൂടെ വ്യക്തതയുണ്ട്. അതുകൊണ്ട് അന്ത്യവിധിയുണ്ട്, ഇമ്മീഡിയറ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ അറിവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ കണ്ടുപിടുത്തമാണോ അല്ലയോ എന്നുള്ളത് കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കാനായിട്ട്. കുറേയധികം പറയുന്നുണ്ട്. ഒരുപക്ഷെ മറ്റ് വിശ്വാസ സമൂഹങ്ങളായിരിക്കാം ഇത് ഈ ശുദ്ധീകരണ സ്ഥലം എന്നൊന്നില്ല, അത് കത്തോലിക്ക സഭയുടെ കണ്ടുപിടുത്തമാണ്. കത്തോലിക്ക സഭയിലെ വൈദികർക്കോ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാർക്കോ ഒരു പണിയുമില്ലാതെ അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കപ്പെട്ട രേഖകളിൽ രേഖപ്പെടുത്തിയൊരു കാര്യമാണ് ഇത്. മരണശേഷം പിന്നെ ഒന്നുമില്ല, മരണശേഷം ഒന്നുമില്ല. ഇന്ന് എപ്പിക്യൂറിനിസം തിയറി ഉണ്ട്, പണ്ട് തുടങ്ങിയതാണ്. അതായത് ഈ ജീവിതമേ ഉള്ളൂ, ഈ ജീവിതമേ ഉള്ളൂ. അതായത് ഇതിന് ശേഷം ഒന്നും തന്നെയില്ല. തിന്ന് കുടിച്ച് ആർമാദിക്കുക, ഇതിന് ശേഷം ഒന്നുമില്ല. അതായത് ഈ ജീവിതത്തിൽ പരമാവധി സന്തോഷിക്കുക, ഇതിന് ശേഷം പറയാനുള്ള നമുക്ക് അറിയില്ലല്ലോ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. പക്ഷെ അതിനെക്കുറിച്ച് പിശാചൊന്നുമില്ല, സാത്താനില്ല, തിന്മയില്ല, എല്ലാം എനിക്കിഷ്ടം പോലെ, ഞാനാണ് എൻ്റെ അധികാരി എന്ന് പറഞ്ഞ് ഒരു സിദ്ധാന്തം അങ്ങനെ രൂപപ്പെടുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ അതേക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് യുവതിയുവാക്കന്മാരോട് പറയണേ, തിന്മയില്ല, പിശാചില്ല, ഇതെല്ലാം സഭയുടെ കണ്ടുപിടുത്തമാണെന്ന് പഠിപ്പിക്കുന്ന തെറ്റായ പ്രബോധകരുടെ നാട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഓർക്കണേ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ബൈബിളിൻ്റെ ആദ്യ ഏടുകളിൽ തന്നെ സാത്താനെക്കുറിച്ചും അവൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. കായേൻ്റെ പടിവാതിലുകൾ ചെന്നിട്ട് ഇപ്രകാരം ദൈവം പറയുന്നുണ്ട്: കായേനെ സൂക്ഷിക്കുക, സൂക്ഷിച്ചില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിലുകൾ പതിയിരിപ്പുണ്ട്, തിന്മ നിന്റെ പടിവാതിലുകൾ പതിയിരിപ്പുണ്ട്, അവൻ നിന്നിൽ ശ്രദ്ധ ഊന്നിയിരിക്കുന്നു, നീ സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ നിന്നെ പിടികൂടും, സൂക്ഷിക്കുക. ഫ്രാൻസിസ് പാപ്പയുടെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. പിന്നീട് അദ്ദേഹം പറയാണ്, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം പറയാണ്: പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതൻ്റെ വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെടാം. ശരിയല്ലേ? ഒരുപക്ഷെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പേരിലായിരിക്കും പാപം നമ്മളിലേക്ക് വരുന്നേ. സാരമില്ലെന്നേ, സാരമില്ല, നീ പാപം ചെയ്തോ, ഈ മരണശേഷം ഒന്നുമില്ലെന്നേ, നമുക്ക് ഒരുമിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇതൊന്നുമില്ലെന്നേ എന്ന് പറയുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പേരിൽ ചിലപ്പോൾ നീ ഏറ്റവും ദൈവതുല്യം കാണുന്നൊരു ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കാം ഈ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് വളരെ ജാഗരൂകത പാലിക്കണം, ജാഗ്രത ഉണ്ടായിരിക്കണമെന്ന് കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവനായ ഫ്രാൻസിസ് പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇനി ഈ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ലോജിക്കലായിട്ട് ന്യായവും യുക്തമായിട്ട് ചിന്തിക്കാം. ശുദ്ധീകരണ സ്ഥലം ഇല്ലെന്ന് കരുതുക. ഓക്കെ, ശുദ്ധീകരണ സ്ഥലം ഇല്ലെന്ന് പറയുന്ന ആ ചിന്തകരോടൊപ്പം നമുക്ക് ചിന്തിച്ച് നോക്കാം. കുറേ പേര് പറയുന്നുണ്ടല്ലോ ശുദ്ധീകരണ സ്ഥലമില്ല, മരണശേഷം ഒന്നുമില്ലെന്നുള്ളത്. ഓക്കെ, നമുക്കത് അംഗീകരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിലൊരു ആത്മാവുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ശരീരം മണ്ണോട് അഴിയും. അപ്പോൾ ഈ ആത്മാവ് എവിടെ പോകും?
ആത്മാവിന് രണ്ട് സാധ്യതകളുള്ളൂ. ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സാധ്യതകളുള്ളൂ. ഒന്നുകിൽ ആത്മാവ് സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ നരകത്തിൽ പോകണം. അപ്പോൾ സ്വർഗത്തിൽ പോകുന്നതിന് മുൻപ് ശുദ്ധീകരണം ആവശ്യമുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട് എന്ന് വേണം പറയാനായിട്ട്. വളരെ ലളിതമായൊരു ഉദാഹരണം. ഈ രണ്ട് സാധ്യതകളുള്ളൂ നമ്മൾ ഒന്നും കൂടെ ഓർക്കണം. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലവർക്കേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ഏറ്റവും ചീത്തയായത്, ഏറ്റവും തിന്മയിൽ പ്രവർത്തിച്ചവർക്കേ നരകത്തിൽ പ്രവേശനമുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ പച്ചക്കറികൾ വാങ്ങിക്കുന്നവരല്ലേ. ഒരിക്കലും ഇതൊരു ഒരു തെറ്റായ ഉദാഹരണമായിട്ട് കരുതരുത്. പക്ഷേ ഏറ്റവും സാധാരണമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണമാണ് പറയുന്നത്. കടയിൽ നിന്ന് പച്ചക്കറികളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നവരാ. ആരെങ്കിലും പച്ചക്കറികൾ കഴുകാതെ കറി വയ്ക്കുമോ? ഇല്ലല്ലോ, കഴുകാതെ കറി വയ്ക്കത്തില്ല. പച്ചക്കറികൾ നന്നായി കഴുകിയതിന് ശേഷമേ, മത്സ്യമാംസാദികളാകട്ടെ ധാന്യങ്ങളാകട്ടെ എല്ലാം നമ്മൾ കഴുകിയതിന് ശേഷമേ കറി വയ്ക്കുകയുള്ളൂ. ഇനി ചീഞ്ഞ് അത് കറി വയ്ക്കാനായിട്ട് ഉപയോഗരഹിതമായ വസ്തുക്കൾ നമ്മൾ എന്തു ചെയ്യും? അത് വലിച്ച് എറിയും. സ്നേഹമുള്ളവരെ, അനുദിന ജീവിതത്തിൽ വരെ നമ്മൾ ശുചിത്വവുമായി ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഇനി മറ്റൊരു ഉപമ പറഞ്ഞാലോ, വിവാഹത്തിന് നിങ്ങൾ പോകുമ്പോൾ, ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, സുഹൃത്തിൻ്റെ ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചാണ് പോവുക? നിങ്ങൾ പറമ്പിൽ പണിയെടുക്കുന്ന വസ്ത്രം ധരിച്ചാണ് പോവുക? അടുക്കളയിലും മുറ്റത്തുമൊക്കെ ഇറങ്ങി പണിയെടുക്കുന്ന ആ വസ്ത്രം ധരിച്ചാണ് പോവുക? അല്ലല്ലോ. നമ്മൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചല്ലേ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുവാനും ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും ഒക്കെ പോവുക. അങ്ങനെയെങ്കിൽ പരമപരിശുദ്ധനായ ദൈവത്തെ ദർശിക്കുവാനായി നമുക്ക് ശുഭ്രവസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഒരു പരിശുദ്ധമുള്ള വസ്ത്രം നമ്മൾ ധരിക്കണമല്ലോ. ഒരു വിശുദ്ധിയുടെ ആവശ്യമുണ്ടല്ലോ. ദേവദൂതന്മാർ, സ്വർഗത്തിലെ വിശുദ്ധന്മാരെല്ലാവരും ചേർന്ന് ആരാധിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ദർശിക്കാൻ പോകുമ്പോൾ വിശുദ്ധി ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ വിശ്വസിക്കുവാൻ. ഇനി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ വചനം ശ്രദ്ധിച്ച് കേൾക്കാൻ നമുക്ക്. വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവൻ വിവാഹ വിരുന്നിന് കണ്ടു. വിവാഹ വിരുന്നാണ് കോണ്ടക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെ, ക്രിസ്തു എടുത്ത അതേ ഉദാഹരണമാണ് ഞാനും എടുത്തത്. അപ്പോൾ വിവാഹ വിരുന്നിലേക്ക് വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവൻ കടന്നു വന്നു. രാജാവ് അപ്പോൾ അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ എങ്ങനെയാണ് പ്രവേശിച്ചത്? അവൻ മൗനം അവലംബിച്ചു, മിണ്ടിയില്ല. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താ സ്നേഹമുള്ള ദൈവമക്കളെ? എത്ര മനോഹരമായിട്ടാണ് കർത്താവ് പറഞ്ഞു വച്ചിരിക്കണേ. അതായത് ഒരുങ്ങാതെ നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് ആ വിരുന്നിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. നിന്നെ ഞാൻ പുറത്താക്കും. ഒരുങ്ങിയതിന് ശേഷമേ നിനക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് കർത്താവ് വിശ്വസിച്ച് പറയുന്നത് എന്നതാ? ശുദ്ധീകരണം ആവശ്യമില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല. ശുദ്ധീകരിക്കപ്പെട്ടവനെ, ക്ഷണിക്കപ്പെട്ടവനെ, വിവാഹ വസ്ത്രം ധരിച്ചവന് മാത്രമേ സ്വർഗത്തിൽ നിത്യതയിൽ പ്രവേശനമുള്ളൂ. 10 കന്യകമാരുടെ ഉപമയിൽ പറയുന്നുണ്ടല്ലോ, എണ്ണ വിളക്കിൽ എടുത്ത കന്യകമാർക്ക് മാത്രമേ പ്രവേശനം ലഭിച്ചുള്ളൂ. എണ്ണ വിളക്കിൽ എടുക്കാത്തവർക്കോ പോകണം, വീണ്ടും എണ്ണയെ കാത്തിരിക്കണം. മണവാളൻ മറ്റൊരു നാൾ വരുമായിരിക്കും, അതുവരെ കാത്തിരിക്കുക. എത്ര മനോഹരമായിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഈ സ്വർഗത്തെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചൊക്കെ നമ്മുടെ നാഥനായ ക്രിസ്തു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കത്തോലിക്ക സഭയുടെ പ്രബോധനമല്ല. ആരുടെ പ്രബോധനമാണ്? ക്രിസ്തുനാഥൻ പഠിപ്പിക്കുന്ന പരമമായ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ ആർക്കൊക്കെ ശുദ്ധീകരണം ആവശ്യമുണ്ട്? നിങ്ങൾ ശ്രദ്ധ പതറിപ്പോകരുതേ. ഇത് ഇത്തിരി അഗാധമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധ പതറിപ്പോകരുത്. ആർക്കൊക്കെ ശുദ്ധീകരണം ആവശ്യമുണ്ട്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പ്രകാരമാണ്. അതിൻ്റെ 1030-ാം ഖണ്ഡികയിൽ ചുമ്മാ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. അതായത് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും, അതായത് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചു, ദൈവവുമായിട്ടൊരു ഫ്രറ്റേണൽ റിലേഷൻഷിപ്പ് ഉണ്ട്.
പക്ഷെ പൂർണ്ണമായിട്ട് ശുദ്ധീകരണമില്ല. എന്തൊക്കെയോ പാപക്കറകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിത്യരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ശുദ്ധീകരണം നടക്കണം. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയമാക്കപ്പെടുന്നു. ക്രിസ്തു എന്താണോ പഠിപ്പിച്ചത് അതേ സഭ പഠിപ്പിക്കുന്നുള്ളൂ. എത്ര മനോഹരമാണ് സ്നേഹമുള്ളവരെ! ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത് അത് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 9 തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവൻ ഉയരമുള്ള ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. 27 വചനത്തിൽ പറയാണ്, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർക്കേ അവിടെ പ്രവേശനമുള്ളൂ. അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അവിടെ പ്രവേശിക്കുകയില്ല. കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായല്ലേ? അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചവർക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ ചിന്തയുമായിട്ട് മുൻപോട്ട് പോകും. നമ്മൾ ആഴത്തിൽ വിശ്വസിക്കണം, ഒരു ശുദ്ധീകരണം ആവശ്യം ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ ശുദ്ധീകരണം നടക്കുക? അതുകൂടെ ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. എങ്ങനെയാണ് ഈ ശുദ്ധീകരണം നടക്കുക? സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്, വിശുദ്ധർ പഠിപ്പിക്കുന്നത്, അതൊരു വേദനാജനകമായ പ്രക്രിയയാണ്. അഗ്നിയിൽ എന്ന പോലെ ശുദ്ധീകരിക്കപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒറ്റൊരു വചനഭാഗം വായിച്ച് അതിനെക്കുറിച്ചൊന്ന് ചെറുതായി പറഞ്ഞു പോകും. അടുത്ത ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ അതിൻ്റെ 3 അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ പ്രകാരം പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയണേ, എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. എൻ്റെതായ ഭവനം, അതായത് ഈ ഭവനം, ഈ ശരീരമാകുന്ന ഭവനം, എൻ്റെ ജീവിതമാകുന്ന ഭവനത്തെ ഞാൻ അടിസ്ഥാനമിട്ടു. മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. മറ്റെല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത്. എപ്രകാരമാണ് ഞാൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. അതായത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നയിക്കുന്നതെന്ന് കൊരിന്തോസ് സഭയിലുള്ളവരെ നിങ്ങൾ ചിന്തിക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തെ മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാവുകയും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യുകയും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടുകയും ചെയ്യും. സ്വർണം ഉപയോഗിച്ച് പണിയാം, വെള്ളി ഉപയോഗിച്ച് പണിയാം, കട്ട ഉപയോഗിച്ച് പണിയാം, ഇഷ്ടിക ഉപയോഗിച്ച് പണിയാം, അതുപോലെ തന്നെ വൈക്കോൽ ഉപയോഗിച്ച് പണിയാം, തടി ഉപയോഗിച്ച് പണിയാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടും. അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുമ്പം എന്തൊക്കെ നശിക്കും? വൈക്കോൽ ഉപയോഗിച്ച് നശിക്കും, തടി കത്തിത്തീരും. എന്താണ് നിലനിൽക്കുക? സ്വർണം വെള്ളി ഇവ കൊണ്ട് പണിതത് നല്ലത് നിലനിൽക്കും, അല്ലാത്തത് അഗ്നിയിൽ തന്നെ എരിഞ്ഞില്ലാതാകും. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഒരു മുനിവര്യനായി ജീവിച്ച് മരിച്ച ബെനഡിക്ട് 16 പാപ്പ പ്രകാരം പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലം അത്യന്താപേക്ഷിതമാണ്. അതിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തെ സ്വന്തമാക്കുവാനായിട്ട് സന്നദ്ധമാകൂ. ദൈവത്തിൻ്റെ അഗ്നിയിൽ ഓരോരുത്തരും ജ്വലിക്കപ്പെടണം. ശുദ്ധീകരണ സ്ഥലം അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ളൊരു കവാടമാണത്രേ. വളരെ ലളിതമായി ഈ വിഷയം നമ്മൾ ഇന്ന് അവസാനിപ്പിച്ച് അടുത്തൊരു നമ്മൾ ആരാധനയിലേക്ക് തുടർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നവരല്ലേ? കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നവരാണ്. ഒരു കുട്ടിയെയും ആരും നേരിട്ട് 10ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റില്ലല്ലോ. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മൊത്തത്തിൽ സ്കൂളിനെ സ്കൂളെന്ന് തന്നെയാണ് പറയണേ. സപ്പോസ് ഇതൊരു പക്ഷേ വളരെ ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉദാഹരണമായിരിക്കും. പക്ഷേ എൻ്റെ ധ്യാന ചിന്തയിൽ വന്നൊരു ചിന്ത പങ്കുവയ്ക്കുകയാണ് ഇത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട്. 10ാം ക്ലാസ്സിലൊരു കുട്ടി എത്തണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രീ KG LKG UKG 1 ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 9ാം ക്ലാസ് കഴിഞ്ഞ് വിജയിച്ചാലേ 10ാം ക്ലാസ് എത്താൻ പറ്റുള്ളൂ. 10ാം ക്ലാസ് സ്വർഗമാണ് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ പഠിച്ചെത്തണ്ടേ 10ാം ക്ലാസ്സിൽ? അങ്ങനെയെങ്കിൽ
ശുദ്ധീകരണം എന്ന് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇതിലൂടെ കടന്ന് 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് പോലെ ആ കുട്ടി എത്തുന്നത് പോലെ സ്വർഗത്തിലേക്ക് ഒരാൾ എത്തും. ഇതില്ലാതെ ഇത് വളരെ ക്ലേശകരമാണ്. ചിലപ്പോൾ നമ്മൾ തോൽക്കും, ജയിക്കും, അങ്ങനെ പഠിച്ചിട്ടാണ് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് അല്പസമയം ആരാധിക്കുവാനും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഒന്ന് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരുടെ രക്ഷ നമ്മുടെ പ്രാർത്ഥന കേന്ദ്രീകരിച്ചാണ്. ശുദ്ധീകരണ സ്ഥലം വേദനാജനകമാണെന്നാണ് വിശുദ്ധർക്ക് കിട്ടിയ ദർശനമനുസരിച്ചൊക്കെ സഭ പഠിപ്പിക്കുന്നത്. ഓർക്കണേ, ഒരു പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് മുതൽ അടുത്ത 3 ദിവസം നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ കർത്താവിൻ്റെ 5 തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം 5 തിരുമുറിവുകളുണ്ട് കർത്താവിന്. 1 തിരുവിലാവിൽ, 2 കരങ്ങളിൽ, അടുത്ത തിരുമുറിവുകൾ പാദങ്ങളിലാണ് കർത്താവിൻ്റെ തിരുമുറിവുകൾ. പക്ഷേ വിശുദ്ധ ബെർണാഡിന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഈശോ തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു, ഒരു മുറിവും കൂടെ കാണിച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ ഒരു വിഷയം കുറിച്ച് ധ്യാനിക്കുമ്പം ദൈവം വെളിപ്പെടുത്തിയെന്ന എവിടെയോ പരതിയപ്പോൾ ദൈവം കാണിച്ചു തന്നൊരു പ്രാർത്ഥനയാണ്. വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. പറയുന്നത് പ്രകാരമാണ് ഈശോ ബർണാഡിന് പ്രത്യക്ഷപ്പെട്ട് പ്രകാരം പറഞ്ഞു, ബർണാഡേ, നീ എൻ്റെ ഉടലിലേക്കൊന്ന് നോക്കിക്കേ. ബർണാഡ് നോക്കിയപ്പം ഈശോ കുരിശ് ചുമന്ന ഈ തോൾഭാഗത്ത് നമ്മൾ നമ്മൾ ഒരു മരക്കഷണം ഇറക്കി വെക്കാനായിട്ട് നമ്മൾ ഉളി കൊണ്ടൊക്കെ ചെത്തിയൊരു കുഴി ഉണ്ടാക്കില്ലേ, അതുപോലെ ഈ തിരുക്കുരിശ് അങ്ങോട്ട് ഇറങ്ങി അത് വീണിടത്ത് വലിയൊരു മാരകമായ മുറിവ്, തിരുത്തോളിലെ മുറിവ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈ മുറിവ് എന്തിനാണെന്ന് അറിയുമോ? ഈ മുറിവിലൂടെയാണ് ഈ മുറിവിൽ ആഴ്ന്ന് ഈ കുരിശ് വെച്ചിട്ടാണ് ഞാൻ കാൽവരി മല കയറിയത്. അത് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ തിരുമുറിവിനെ ധ്യാനിച്ചുകൊണ്ട് നീ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന്. എന്നിട്ട് വിശുദ്ധ ബർണാഡ് ആ പ്രാർത്ഥന മനോഹരമായിട്ട് എഴുതി. ആ പ്രാർത്ഥന പ്രകാരമാണ്. ഒന്ന് മൗനമായിട്ട് നമുക്ക് കേൾക്കാം. നമ്മൾ ആരാധനയുടെ വരും നിമിഷങ്ങളിൽ നമ്മളത് പ്രാർത്ഥിക്കും. സ്നേഹനിധിയായ ഈശോയെ, ക്ഷമാശീലനായ ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഭാരമേറിയ കുരിശു മൂലം കീറി മുറിയപ്പെട്ട അവിടുത്തെ തിരുത്തോളിലെ ഏറ്റവും പവിത്രമായ തിരുമുറിവിനെ ഞാൻ വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ദുഃഖിതനായ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും മാരകവും ആഴമേറിയതുമായ പാപങ്ങളെ കണക്കിലെടുക്കാതെ എന്നോടും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടും കരുണയായിരിക്കണമേ. അവിടുത്തെ ഭാരമേറിയ വിശുദ്ധ കുരിശിനെയും തിരുമുറിവുകളെയും ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങേ തിരുക്കുരിശിൻ്റെ വഴിയിലൂടെ എന്നെയും സ്വർഗത്തിലേക്ക് നയിക്കണമേ. ആമേൻ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. നിങ്ങളിത് കേൾക്കുന്നവർ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്ത് നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മുടെ സഹായമില്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടുത്ത ദിവസം അതിനെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കും. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എങ്ങനെ ആത്മാക്കൾക്ക് വിടുതൽ ലഭിക്കും, എങ്ങനെ അവർ നിത്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊക്കെ. അപ്പം ഇന്ന് നമ്മൾ ഈ ധ്യാന വിഷയ ചിന്തകൾ സമാഹരിച്ച് നമ്മൾ കർത്താവിൻ്റെ കരുണയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു മരണമുണ്ട്. ഈ ചിന്ത നമ്മൾ ആഴപ്പെടണം. എന്നാലേ നമുക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഈ ലോകം വിട്ട് നമ്മൾ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ നിന്ന് പാട്ട് പാടി തുടങ്ങി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ പാട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് പാടി ആവർത്തിച്ച് നമ്മൾ ഈ ഈശോയുടെ അടുത്ത് ഒന്ന് ചേർന്നിരിക്കാനായിട്ട് പരിശ്രമിക്കുക. സ്നേഹമുള്ളവരെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കുക. കർത്താവിൻ്റെ വലിയൊരു അഭിഷേകം ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അച്ഛൻ അത് വളരെ ബോധ്യപ്പെട്ടിട്ടാണ് പറയണേ. എന്നാൽ പലർക്കും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ പേടിയുണ്ട്. അത് വിട്ടുമാറാൻ വേണ്ടി കൂടിയാണ് ദൈവാത്മാവ് ഈ ഒരു ഗാനം നമ്മൾ ആലപിക്കട്ടെ എന്ന് ആ ഒരു പ്രചോദനം നൽകുന്നത്. നമുക്കൊന്നുകൂടെ ആ ഗാനം ഒന്ന് ആലപിക്കാം. അതായത് എൻ്റെ ജീവിതം അവസാനിക്കേണ്ടതാണ്. ഈ ലോക ജീവിതം അവസാനിച്ചാലേ എനിക്ക് നിത്യതയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ലോക ജീവിതം അവസാനിച്ചാലേ എനിക്ക് അടുത്തൊരു ജീവിതം, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ വചന പ്രഘോഷണത്തിലൂടെ ലഭിച്ച ഈ ബോധ്യങ്ങളെല്ലാം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട്, ഈ അൾത്താരയിൽ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ കാൽച്ചൂടിൽ നമുക്ക് സമർപ്പിച്ചു നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം.
നമ്മുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം, നിങ്ങൾ വീട്ടിലിരിക്കുന്നവർ അവിടെ ഇരുന്ന് തന്നെ പാടി പ്രാർത്ഥിച്ചോ, അഭിഷേകം നിറയും. ഇത് നമ്മൾ സെമിത്തേരിയിൽ മാത്രം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ ഒരാളുടെ മൃതശരീരം വെച്ച് പ്രാർത്ഥിക്കേണ്ടതല്ല. നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ചേതനയേറ്റ ഈ ശരീരത്തിന് ചുറ്റും ആളുകൾ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് ജീവനോടെ ആ പ്രാർത്ഥന നമ്മൾ പൂർണ്ണമായ അറിവോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിച്ച് നോക്കിക്കേ, കൃപാവരം നിറയുമെന്നേ. വിശുദ്ധി നമ്മളെ വന്ന് പൊതിയും. നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ ദൈവത്തോട് സ്നേഹത്തിലായിരിക്കുവാൻ നമുക്ക് സാധിക്കും. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു ആർക്കാണ് മരണത്തെ പേടിയെന്ന്. മരണത്തെ പേടി രണ്ട് കൂട്ടർക്കാണ് മരണത്തെ പേടി. ഒന്ന്, ദൈവസ്നേഹത്തിൽ ആഴപ്പെടാത്തവർക്ക്. രണ്ട്, ഈ ലോകം വിട്ടു പോകാനായിട്ട് മടിയുള്ളവർക്ക്. ഇതിനുശേഷം ഒരു ജീവനുണ്ട് എന്ന് ആഴത്തിൽ വിശ്വസിക്കാത്തവർക്ക്. അങ്ങനെയുള്ളവരാണ് ഭീതിപ്പെടുക. പത്രോസിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ദിവസം ധ്യാനിച്ചു. അവന് മരണഭീതിയായിരുന്നു. പത്രോസിന് മരണഭീതിയായിരുന്നു. എന്നാൽ ഈ മരണത്തിലൂടെ ഒരുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ് കരയേറ്റപ്പെടുന്നതെന്ന് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഭീതിയില്ല. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥകാരൻ ഇപ്രകാരം പറയുന്നത്, എഴുത്തുകാരൻ ഇപ്രകാരം പറയുകയാണ്, ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ പേടിയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ പേടിയുള്ളവർ ഈ പാട്ടിൻ്റെ ഇരടികൾ ധ്യാനിച്ച് ആ ഭീതിയിൽ നിന്ന് മാറാൻ വേണ്ടി, ഒരു അഭിഷേകം നിറയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാൻ അവലംബം. ഇരുകരങ്ങളും നമുക്കൊന്ന് ഉയർത്തി നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഭയം, മരണം മൂലം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരുടെ ആത്മാക്കൾ ഇപ്പോൾ എവിടെയാണെന്നുള്ള നമ്മുടെ ഭീതിയുണ്ടല്ലോ, അവയെല്ലാം സമർപ്പിച്ച് പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഈ മാസം പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹമുള്ള മകനെ മകളെ, മരണം സംഭവിക്കാത്ത ഏതെങ്കിലും ഒരു കുടുംബം ഭൂമിയിലുണ്ടോ? ഈ നിമിഷം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ നിനക്ക് നെഞ്ചോട് ചേർക്കാനില്ലേ? കൂടപ്പുറപ്പുകൾ മരിച്ചവരുണ്ട്, അപ്പനും അമ്മയും ഒക്കെ മരണപ്പെട്ടവരുണ്ട്. ഏതൊരു കുടുംബമാ മരണം സംഭവിക്കാത്തത്? എല്ലാ കുടുംബത്തിലും മരണം സംഭവിച്ചിട്ടുണ്ട്, എല്ലാ കുടുംബത്തിലുമുണ്ട്. അതല്ലേ ഒരിക്കലൊരു ഗുരുവിൻ്റെ അടുക്കൽ ഒരു അമ്മ വന്ന് പറയുക, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു തരണം. ഗുരു പറഞ്ഞത് പ്രകാരമാണ്, നീ നിന്റെ അയൽവക്കങ്ങളിലും എല്ലാവിടെയും പോവുക, ആ ഗ്രാമം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഏതെങ്കിലും വീട്ടിൽ മരണം നടന്നിട്ടില്ല, ഒരു കുടുംബത്തിൽ മരണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് അരി വാങ്ങിക്കൊണ്ട് വരാൻ പറയുക. അവൾ ദുഃഖിതയായി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എല്ലാ ഭവനങ്ങളിലും മരണം നടത്തിയിട്ടുണ്ട്. സ്നേഹമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് തന്നെ ഈ ആരാധന ഇത് എനിക്കും നിനക്കുമുള്ള ആരാധനയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കാക്ഷിച്ച് ഒരുപക്ഷെ ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നിമിഷം ആത്മാക്കളെയൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മരണഭീതിയുള്ളവർ, രോഗികൾ, ആശുപത്രികളിൽ കിടക്കുന്നവർ എല്ലാവരും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിൽ മരണപ്പെട്ടവർ, ഒരുപക്ഷെ ആരാരുമില്ലാതെ മരിച്ചുപോയത് എവിടെയാണ്, അത് മൃതശരീരം കിട്ടിയിട്ട് പോലുള്ള എവിടെയാണെന്ന് പോലും അറിയാതെ വീട് വിട്ടിറങ്ങി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നറിയാത്തവരൊക്കെ ഒന്ന് സമർപ്പിച്ച് ഒന്ന് കരങ്ങളെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 ആരാധന.
യേശുനാമത്തിന്റെ ശക്തിയാ യേശുവേ ദൈവമക്കൾ നിറയട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. എന്റെ പിതാവിന്റെ വസതിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ യേശുവേ, ഞങ്ങൾക്കായി വാസസ്ഥലം ഒരുക്കുവാൻ പോയവനെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധി, ഇത്ര നാൾ കാത്ത സന്നിധി. നമ്മുടെ യാത്രയെക്കുറിച്ചും ചിന്തിക്കാം. ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണെന്ന് ഒരിക്കൽ കൂടി ചിന്തിച്ച് വിശുദ്ധിയോടുകൂടി മരണത്തെ പുലുകുവാൻ നമുക്ക് മുൻപ് യാത്രയാവരെന്നും എന്ന് സ്മരിച്ചുകൊണ്ട്, ആ സ്മരണ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. പോകും ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തും ഞാനും നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നി. സ്നേഹമുള്ള മകനെ, മകളൊന്ന് കരങ്ങൾ കൂപ്പിക്കേ. നമ്മുടെ യാത്രയാണ്. ഈ യാത്ര നിത്യത്തിലേക്കുള്ള യാത്രയാണെന്ന് ഒന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് ഈ നിമിഷം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോ വ്യക്തികളെയും ഒന്ന് ഓർത്തെടുക്കാമോ? പേര് ചൊല്ലുന്ന ഓർത്തെടുത്തന ഈ നിമിഷം. അവരെവിടെയാണ് നമുക്കറിയില്ല. ചിലർ വിശുദ്ധ ജീവിതം മുഖേന സ്വർഗത്തിലെത്തിക്കാണും. ചിലർ സഭ പഠിപ്പിക്കുന്നത് പോലെ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നവരാകാം. അതൊരു അഗ്നിയാണ്, തീയാണ്. അവിടെ വേദനകളും യാതനകളും ഒക്കെയുണ്ട്. വിശുദ്ധ പദ്രേ പിയോ ഒരിക്കൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിചിതമുള്ള ഒരു സഹോദരൻ്റെ ആത്മാവ് വന്നിട്ട് പറയുക, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാമോ? അപ്പോൾ പദ്രേ പിയോ പറഞ്ഞു, ഈ കുർബാന ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കും, ഇതിനുശേഷം നീ സ്വർഗത്തിലെത്തുമെന്ന്. വിശുദ്ധ ബർണാഡിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു ആത്മാവ് ഒന്ന് പറഞ്ഞു, എന്നെ ഒന്ന് എനിക്കൊരു വിടുതൽ നൽകുമോ? ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ബർണാഡ് പറഞ്ഞു, ഇതാ ഞാൻ 3 സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ പറയും എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നു, അതോടെ നിനക്ക് വിടുതൽ ലഭിക്കുമെന്ന്. അങ്ങനെ വിശുദ്ധർക്കൊക്കെ ദർശനം കിട്ടിയിട്ടുണ്ട്. ഫാത്തിമായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, ഒയൻഡീശോയേ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്. അത് ഈ മക്കൾക്ക് നരകത്തെ കാണിച്ചു കൊടുത്തു. ഈ നരകാഗ്നിയെ നിങ്ങൾ പതിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മാതാവ് പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. നമ്മൾ ഈ യാത്ര അവസാനിച്ച് അവിടെ എത്തുമ്പോൾ ഈ കുടുംബത്തിലെ അംഗങ്ങൾ നമ്മളെ സ്വീകരിക്കാനുള്ളവരാ. വിശുദ്ധനായ ഫിലിപ്പ് നേരി പുണ്യവാളൻ പ്രകാരം പറയുന്നുണ്ട്,
ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പോൾ അവർ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അത്ര. എത്ര മനോഹരമാണല്ലേ! ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മുഖേന അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവർ ദൈവപിതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും അത്രേ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആരാധനയിലെ ഈ നിമിഷം വിശുദ്ധ ബെർണാഡിന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഈശോയുടെ തിരുത്തോളിലെ ആ ആഴത്തിലുള്ള മുറിവിൻ്റെ ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളെ സാധിക്കുന്നവരെല്ലാവരും ഒന്ന് മുട്ടുകുത്തുക. നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും മുട്ടുകുത്തുക, കരങ്ങൾ കൂപ്പുക. ഇത് വിശുദ്ധർക്ക് ലഭിച്ച ദർശനം എന്ന് പറയുന്നത് അത് ദൈവം നേരിട്ട് വന്ന് തൻ്റെ പുത്രനായ യേശുവിലൂടെ കൊടുക്കുന്ന ദർശനമാണ്. അതിലൂടെയാണ് സഭ വളർന്നിട്ടുള്ളതൊക്കെ. സഭ അതിലൂടെയാണ്. നമുക്കറിയാമല്ലോ, കുറേയധികം വിശുദ്ധർ രക്തം ചിന്തി മരിച്ചവർക്കൊക്കെ, വിശുദ്ധിയിൽ ജീവിച്ചവർക്കൊക്കെ ഇങ്ങനെ ദർശനം ലഭിക്കുന്നുണ്ട്. സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനം വിശുദ്ധരുടെ ജീവിതമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ നമ്മൾ ഏറ്റുചൊല്ലി കാഴ്ചവെക്കുകയാണ്. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ ഒരു ത്രിത്വസി ചൊല്ലും. അതിനുശേഷം വിശുദ്ധ ഫൗസ്റ്റീനാക്ക് ദൈവം കൊടുത്ത ഒരു വെളിപ്പെടുത്തലുണ്ട്, കരുണയുടെ ഈരടികൾ പാടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥന നമ്മൾ ഇന്നേ ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമേ ഈ ആരാധന അവസാനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് എന്നോടൊപ്പം ഒന്ന് നിങ്ങൾ ഭക്തിപൂർവ്വം നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഒന്ന് ഓർത്തെടുക്കുക. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയി എല്ലാവരെയും ഒന്ന് തിരുവിലാവിലെ ഈശോയുടെ തിരുഹൃദയത്തിന് ഈ തിരുവൽത്താരിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ എരളിക്കായിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ ഈ ശരീരത്തോട്, ഈശോയുടെ ഈ ജീവനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലി തരുന്നു, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, ക്ഷമാശീലനായ ദൈവത്തിന്റെ കുഞ്ഞാടെ, ക്ഷമാശീലനായ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഭാരമേറിയ കുരിശുമൂലം കീറി മുറിയപ്പെട്ട അവിടുത്തെ തിരുത്തോളിലെ ഏറ്റവും പവിത്രമായ തിരുമുറിവിനെ ഞാൻ വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ദുഃഖിതനായ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്റെ മാരകവും ആഴമേറിയതുമായ പാപങ്ങളെ കണക്കിലെടുക്കാതെ എന്നോടും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടും കരുണയായിരിക്കണമേ. അവിടുത്തെ ഭാരമേറിയ വിശുദ്ധ കുരിശിനെയും തിരുമുറിവുകളെയും ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങേ തിരുക്കുരിശിന്റെ വഴിയിലൂടെ എന്നെയും സ്വർഗത്തിലേക്ക് നയിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് കരുണയുടെ ജപമാലയുടെ ആ ഈരടികൾ 3 തവണ പ്രാർത്ഥിച്ച് ദിവ്യകരുണാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും മുട്ടുകുത്തി നിൽക്കട്ടെ, കരങ്ങൾ കൂപ്പട്ടെ, മിഴികളടയ്ക്കട്ടെ. ധ്യാനാത്മകമായി നമുക്ക് ആ ഗാനം പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ,
അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. യേശുവേ ഹല്ലേലൂയ ഈശോ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന.